Assalamu alaikum. Welcome back to my channel Anha's Little World. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്, ഒരു വെറൈറ്റിയാണ്, കിടിലനാണ്. എന്ന് പറഞ്ഞാൽ ബനാന ലീഫിൽ പൊള്ളിച്ച അയില ചമ്മന്തി. ഒരു വെറൈറ്റി പേരാണ്. അതിനെപോലെ തന്നെ സാധനം കിടില. ഈ സാധനം അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഞാൻ തന്നെ നെട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. നമ്മൾ അയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ ആൻഡ് ആവശ്യത്തിന് സാൾട്ട്. ഇതൊക്കെ കൂടി ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു പേസ്റ്റ് രൂപമായിട്ട് നമുക്കിത് കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ മീനിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഈ മസാല നല്ലോണം പൊടിച്ച് തേപ്പിക്കണം. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ എല്ലാ മീനുകളും നല്ലതുപോലെ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഇത് മാത്രമല്ല, ഇതിന് ശേഷം ഒരു അടിപൊളി സാധനമാണ് നമ്മളെ ചമ്മന്തി ഉണ്ടാക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഇത് സെറ്റാക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് അല്ലേ. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവണ വരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ 5 മീൻ എടുത്തിരുന്നു. 5 മീൻ ഈ പാനിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ മീനൊന്നല്ല, ഒരു മീഡിയം സൈസ് ഫിഷാണ്. എങ്ങനത്തെ മീനും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ബനാന ലീഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ചൂട് എല്ലായിടത്തേക്കൊന്ന് തട്ടിച്ചാൽ മതി. അത് പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മളെ ഫിഷിൻ്റെ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ ഭാഗം നമുക്ക് ഇത് മറിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 3 ചെറിയ പീസ് ഇഞ്ചി, 4-3 ഗ്രീൻ ചില്ലി, 1 ഇല്ലി കറിവേപ്പില, ഒരു 1/2 ലെമണ്, ആവശ്യത്തിന് സാൾട്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അത്യാവശ്യം എരിവ് വേണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മളെ ചമ്മന്തിയും റെഡി. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് നമ്മളെ ഫിഷും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബനാന ലീഫിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് വെക്കും, കോക്കനട്ട് ഓയിൽ. അതിനുശേഷം അതിലേക്ക് ഇത്തിരി ചമ്മന്തി വിതറണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ ഫിഷ് വെച്ചെടുക്കണം. ഇങ്ങനെ നിരത്തി വെച്ചെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഇതൊക്കെ കിട്ടുക. ഇപ്പം ഇത് ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഇത്തിരി ചമ്മന്തി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഫുള്ള് ഇട്ടോ. ഇത്തിരിയല്ല, ഞാൻ മാറി പറഞ്ഞതാണ്. ബാക്കിയുള്ള എല്ലാ ചമ്മന്തിയും നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊരു നൂല് ഉപയോഗിച്ച് കെട്ടി ക്ലോസ് ചെയ്യാം. ഞാനിത് വെച്ച് കൊടുക്കുന്നത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറേ ലീഫ് ഉണ്ടാവും. നമ്മളെ ബനാന ലീഫ് എന്തായാലും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലുള്ളത് കൊണ്ട് ഞാനിത് നല്ലപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കൊരു പാനിലേക്ക് ഇത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ മീൻ പൊതിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഇതൊരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനിയിപ്പോൾ മറിച്ചിട്ടതിൻ്റെ ശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റും കൂടി വെക്കണം. ഇതായി എന്നെങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലീഫ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾക്ക് ഇത് മാറ്റി വെക്കാം. ഒരു സ്മെല്ലും വരും, നമ്മളെ മീൻ അതിൽ ആയിട്ടുള്ളൊരു മണം ഇങ്ങനെ വരും. ഇതിലിപ്പോൾ കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബനാന ലീഫിൽ പൊള്ളിച്ച ചമ്മന്തി മസാല ആയിട്ട് ഉണ്ടാക്കിയ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി. നമുക്കിത് തുറന്നു നോക്കി അതിനെക്കാട്ടി സ്മെല്ലായിട്ടുണ്ടാകും. അപ്പോൾ അത് തുറന്നു നോക്കാം. സ്മെല്ലിങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. Guys, look at this. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ചൂടുമാണത്. ആ ചമ്മന്തിയൊക്കെ അതുകൊണ്ട് പൊടിച്ചിട്ടുണ്ട്. കഴിക്കാൻ തന്നെ അടിപൊളിയൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ കൊതിയുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മളെ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിക്കോളും കേട്ടോ. നല്ല രസമാണ് ഇത്, എന്തായാലും കഴിക്കാൻ നല്ല രസമാണ്. ഈ വാഴയിലൻ്റെ ഈ ഒരു സ്വാദും ഒക്കെ ഇതിലുണ്ട് ചേരുമ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ മീൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ. അതൊരു കിടിലൻ റെസിപ്പി തന്നെ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ ലീഫൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്ട് ഞാനൊരു ചെറിയ സ്പൂൺ കൊണ്ടാണ് ഞാനിടത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നിങ്ങളെപ്പോഴും ഈ സാധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഫിഷെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധാരണ മസാല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതാവില്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്ന് ട്രൈ നോക്ക്. ഇത് നല്ല വെറൈറ്റിയാണ്. പിന്നെ കുട്ടികളൊക്കെ ചിലവർ മീൻ കഴിക്കൂല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അവരെന്തായാലും കഴിക്കും. എരിവും എല്ലാതും പിടിച്ചിട്ടുണ്ട്. അടിപൊളി, വേറെ ലെവലാണ്. ഈ മസാല സ്പൂണൊന്നും വേണ്ട, നമുക്ക് കൈയായിട്ട് തന്നെ എടുത്ത് നോക്കാം. നമ്മളെ മലയാളി അതാണ്. തിരിച്ചമ്മന്തിയും കൈ കൊണ്ട് എടുത്ത് കഴിക്കണം പറ്റും. അത്ര രസം, ഒരു വെറൈറ്റി ഫീല. നല്ല ഇഷ്ടമായി. ഒരു അടിപൊളി പൊളിച്ച് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോളാം. അത്രയ്ക്ക് ഇഷ്ടമാണ് കുഴപ്പം. കാരണം ബനാന ലീഫിൽ കിട്ടിയിട്ടുള്ള സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മീൻ ചമ്മന്തി അതൊരു വെറൈറ്റി ആണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണിത്. ചമ്മന്തി വെച്ചിട്ട് ആരും ഉണ്ടാക്കാറില്ല. എപ്പോഴും ഈ സാധാ മസാല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളൂ. എന്നിട്ട് ലീഫിൽ പൊതിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. എന്തായാലും ഇത് ട്രൈ ചെയ്ത്, ഇതൊക്കെ വെറൈറ്റിയാണ്. ഞാനിത് ചോറിനെ കൂട്ട കഴിക്കാനുണ്ട് കേട്ടോ. See you next video. Thank you for watching. Like, share, subscribe. Bye. Assalamu alaikum. ഞാൻ ഇത് കഴിക്കട്ടെ. മുള്ളൊക്കെ ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ.